ഹായ്. നമ്മൾ പലപ്പോഴും ഈ മടി കൊണ്ട് ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ പിന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ലാൻഡ് ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത്. ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ ഭൂനികുതി എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനിലൂടെ വളരെ ചെറിയ സ്റ്റെപ്പുകളിലൂടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് അറിയാത്തവർക്കും ഇതുവരെ ഓൺലൈൻ വഴി ലാൻഡ് ടാക്സ് അടയ്ക്കാത്തവർക്കും ആയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ക്വിക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ലാൻഡ് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കിട്ടാനായിട്ട് revenue.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ മെനു ബാറിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്വിക്ക് പേ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പപ്പ് വിൻഡോ വരും. അതിൽ ഒരു മൊബൈൽ നമ്പറും ക്യാപ്ചയും എൻ്റർ ചെയ്യാനുള്ള 2 കോളംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഏത് നമ്പറാണോ ഇനിയും നമുക്ക് ടാക്സ് അടയ്ക്കാനും ടാക്സ് റെസീറ്റ് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിന് താഴെയുള്ള ക്യാപ്ചയും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻ്റർ ചെയ്ത നമ്പറിലേക്ക് ഒരു OTP തരും. ഈ OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം. പിന്നെ വരുന്നതാണ് നമുക്ക് ക്വിക്ക് പേ ചെയ്യാനുള്ള പേജ്. അതിൽ നമുക്ക് 2 ഓപ്ഷനാണ് തരുന്നത്. ആദ്യത്തെ ഓപ്ഷൻ, നമ്മുടെ കയ്യിൽ ഓൾറെഡി കഴിഞ്ഞ തവണ അടച്ച ടാക്സിൻ്റെ റെസീറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു റെസീറ്റ് നമ്പർ ഉണ്ടായിരിക്കുമല്ലോ. ആ റെസീറ്റിൻ്റെ മുകളിൽ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും റെസീറ്റ് നമ്പർ. ആ റെസീറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഭൂമിയുടെ ഡീറ്റെയിൽസ് വന്നിട്ട് പിന്നെ പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ അതിന് താഴെ റെസീറ്റ് ഇല്ലാത്ത കേസ് ആണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ്, താലൂക്ക് ഏതാണ്, വില്ലേജ്, ബ്ലോക്ക്, ഇതെല്ലാം എൻ്റർ ചെയ്ത് അതിന് താഴെ ഒന്നുകിൽ തണ്ടപ്പേർ നമ്പർ അല്ലെങ്കിൽ സർവേ സബ് നമ്പർ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെസീറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ വരുന്ന അതേപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ ഡീറ്റെയിൽസ് താഴെ വരും. ഇതിന് താഴെയായിട്ട് പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. പേ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മളൊരു ഓൺലൈൻ പർച്ചേസോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണോ വരുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് നികുതി അടയ്ക്കാനും വരുന്നത്. പേ നൗ കൊടുക്കുന്നു, അടുത്ത പേജിൽ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഏത് മാർഗമാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെറ്റ് ബാങ്കിങ് ആണോ, ക്രെഡിറ്റ് കാർഡാണോ, ഡെബിറ്റ് കാർഡാണോ, അല്ലെങ്കിൽ UPI ആണോ, ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. അധികം പേര് ഇപ്പോൾ UPI യൂസ് ചെയ്തിട്ടാണല്ലോ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ UPI ആണെങ്കിൽ നമ്മൾ UPI സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ UPI ID ചോദിക്കും. നമ്മുടെ UPI ആപ്ലിക്കേഷനിൽ പോയി പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ UPI ID കിട്ടാവുന്നതേ ഉള്ളൂ. ആ UPI ID എൻ്റർ ചെയ്ത് കൊടുത്ത് അതിനെ വെരിഫൈ ചെയ്യുക. അതിനുശേഷം പേ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ കൊടുത്ത UPI ആപ്പിലേക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് വരും. അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ടാക്സ് അടച്ച റെസീറ്റ് ആണ്. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ ഇത്ര ഈസി ആയിട്ടാണ് നമുക്ക് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ലേറ്റർ ഓൺ നമ്മുടെ കയ്യിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത റെസീറ്റ് നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറില്ലേ, അത് യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് റെസീറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ഇതേ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ആരും മടി പിടിച്ച് ടാക്സ് അടയ്ക്കാൻ മാറ്റി വെക്കേണ്ട, ഓൺലൈനായിട്ട് ഈസി ആയിട്ട് ടാക്സ് പേ ചെയ്യാം.